മധ്യപൂർവ്വദേശത്തെ ഏറ്റവും പവർഫുള്ളായ രണ്ട് രാജ്യങ്ങളാണ് ഇസ്രയേലും ഇറാനും. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലധികമായി നിഴൽ യുദ്ധം തുടരുകയായിരുന്നു. ഈ നിഴൽ യുദ്ധം ഇപ്പോൾ പ്രത്യക്ഷ ആക്രമണങ്ങളിലേക്ക് വരുന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും ആകാശത്ത് തീമഴയാണ് പെയ്തിറങ്ങുന്നത്. ഇസ്രയേൽ ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ വലിയ ആക്രമണം ഇറാന് നേരെ നടത്തുന്നു. 200ഓളം വിമാനങ്ങൾ ഈ ആക്രമണത്തിൽ പങ്കെടുക്കുന്നു. പിന്നീട് ഇറാൻ തിരിച്ചടിക്കുന്നു. ഇപ്പോൾ ഇറാൻ്റെ തിരിച്ചടിയിൽ ഇസ്രയേലിൻ്റെ ഹൈഫൈ തുറമുഖം ഉൾപ്പെടെ കത്തിയിട്ടുണ്ട്, അല്ലെ കേടുപാടുകൾ പറ്റി എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ആ മേഖലയിൽ 4 പേർ കൊല്ലപ്പെട്ടതായും പറയുന്നുണ്ട്. അപ്പോൾ ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തന്നെ തകർത്തെറിഞ്ഞുകൊണ്ട് ഹൈഫൈ തുറമുഖ നഗരത്തിലേക്ക് വലിയ ആക്രമണം ഇറാൻ നടത്തി. അതുപോലെ തന്നെ ഇസ്രയേൽ തിരിച്ചടി നടത്തിയിട്ടുണ്ട്. ഇസ്രയേൽ 24 മണിക്കൂറിന് മുമ്പ് നടത്തിയ ആക്രമണം ഏത് ലെവലിലായിരുന്നോ അതേ സമാനമായ രീതിയിൽ വീണ്ടും ആക്രമണം നടത്തുന്നു. ഇതോടുകൂടി ഇറാനിലെ ബുഷ്വർ പ്രവിശ്യയിലുള്ള പാൾസ് റിഫൈനറി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിലൊന്ന് കത്തിയമർന്നു. ഈ എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം നടത്തിയത് വലിയ തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഇസ്രയേൽ കരുതുന്നത്. അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടവും കൂടിയാണ്. ഇറാന് അതിനെ പ്രതിരോധിക്കാനും സാധിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയതോടുകൂടി അയത്തുള്ള അലി ഖമനേയി പറയുന്നുണ്ട്, ഇനിയും 2000 മിസൈലുകൾ ഒരുപക്ഷെ ഞങ്ങൾ ആക്രമണത്തിനായിട്ട് തിരഞ്ഞെടുക്കും, നിങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും. ഇതിന് ശേഷമാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിലേക്ക് നീങ്ങി തുടങ്ങിയത്. പ്രധാനമായിട്ടും ഈ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന USS തോമസ് ഹട്ടർ എന്ന് പറയുന്ന യുദ്ധക്കപ്പലാണ് അറബ് മേഖലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല USS കാൾ വിൽസൺ എന്ന് പറയുന്ന കപ്പലും അറേബ്യൻ കടലിലേക്ക് നീങ്ങുന്നുണ്ട്. USS നിമിറ്റ്സ് എന്ന് പറയുന്ന കാരിയർ കപ്പൽ, USS ജോർജ് വാഷിങ്ടൺ, ഇത് രണ്ടും ഇൻഡോ പസഫിക് മേഖലയിൽ നിന്നും ജപ്പാൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഗൾഫ് മേഖലയിലേക്ക് വരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ആക്രമണത്തിനൊന്നും അല്ല വരുന്നത്. ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇസ്രയേൽ ശ്രമിക്കും, അവർക്കൊരു സപ്പോർട്ട് നൽകാനാണ് വരുന്നതെന്നാണ് ട്രംപ് നിലപാടെടുത്തത്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ? ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രയേലിൻ്റെ പെൻറ്റഗൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വരെ ആക്രമണം ഉണ്ടായി. അവിടുത്തെ കെട്ടിടങ്ങൾക്ക് കേടുപാടുണ്ടായി. ജെറുസലേം എന്ന് പറയുന്ന പുരാതന നഗരത്തിന് മേൽ ആക്രമണം ഉണ്ടായിരുന്നു. ടെല്ലവീവിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ ഇറാൻ തങ്ങളുടെ ശക്തിയല്ല ഉപയോഗിക്കുന്നു. ഇതിന് കാരണം അവർ ഹൈപ്പർസോണിക് മിസൈലോ അതല്ലെങ്കിൽ ഈ പറയുന്ന ദീർഘദൂര മിസൈലുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ഒരുപക്ഷെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാനും നോർത്ത് കൊറിയയും ഒക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഗവേഷണം നടത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നത്. ഇപ്പോൾ ഇവർ ഈ ഹൈപ്പർസോണിക് മിസൈലാണ് ഉപയോഗിച്ചതെങ്കിൽ അതിനെ തടുക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനമൊന്നും നിലവിൽ ലോകത്തില്ല. അതുകൊണ്ട് തന്നെ ശബ്ദത്തേക്കാൾ 7 മുതൽ 12 ഇരട്ടി വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തെ ഇവർക്കിപ്പോൾ തടുക്കാനും സാധിച്ചില്ല. ഇത്തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ പക്ഷേ ഇറാനിൽ നിന്ന് തൊടുത്തു വിട്ടാൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ഒന്നും ലംഘിച്ചു എന്ന് വരണ്ട. കാരണം ഈ ഹൈപ്പർസോണിക് മിസൈലുകളുടെയൊക്കെ ഒരു പ്രത്യേകത, അത് ഭൗമാന്തരീക്ഷത്തിന് മുകളിലേക്ക് പോകുന്നു, സ്പേസിലൂടെ സഞ്ചരിക്കുന്നു, പിന്നീട് ഇസ്രായേലിലെ ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ വീണ്ടും ഭൗമോപരിതലത്തിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെ ആക്രമണം നടത്തുമെന്നാണ് തിയറി. ഈ രീതിയിലാണോ ഇറാൻ നടത്തിയെന്ന് അറിയില്ല. എന്തായാലും ലോകത്തെ മികച്ച പ്രതിരോധ സംവിധാനങ്ങളുള്ള അയൺ ഡോം ഉണ്ട്, അതുപോലെ തന്നെ ഡേവിഡ് സ്ലിംഗ് ഉണ്ട്, താഡുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം തന്നെ തകർത്തെറിയുന്ന രീതിയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രയേലിൽ ആക്രമണം നടത്താൻ ഇറാന് സാധിച്ചു. അതുകൊണ്ടാണ് ഹൈഫൈ എന്ന് പറയുന്ന ഈ തുറമുഖ നഗരത്തിന് നേരെയും ആക്രമണം ഉണ്ടായത്. അദാനി നടത്തുന്ന ഒരു പോർട്ട് ഉൾപ്പെടെ അവിടെയുണ്ട്. ആ മേഖലയിൽ ഏതാണ്ട് 90,000-ലധികം ആളുകൾ അധിവസിക്കുന്ന ഒരു മേഖല കൂടിയാണ്. ഇത്തരത്തിലുള്ള ഒരു മേഖലയിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്രയേലിന് വലിയ ക്ഷീണമായിട്ടുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ, അതുപോലെ തന്നെ ലോങ് റേഞ്ച് മിസൈലുകൾ, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ, ഇതിൻ്റെയൊക്കെ വലിയ ശേഖരം ഇറാൻ്റെ കയ്യിലുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. സ്വാഭാവികമായും അതിനൊരു സാഹചര്യമുണ്ട്. എന്നിട്ട് ഇറാൻ അടുത്തൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ വന്നാൽ അവരുടെ സൈനിക താവളങ്ങളെ ഞങ്ങൾ ആക്രമിക്കും, ഒപ്പം അവരുടെ കപ്പലുകൾക്ക് നേരെയും ആക്രമണം നടത്തും. 2000-ഓളം മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണെന്ന് അയത്തുള്ള അലി ഖമനേയി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടെല്ലവീവിന് കാര്യമായ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ തരത്തിലുള്ള ആക്രമണങ്ങൾ അങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേലിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമുക്കും വളരെ വ്യക്തമാണ്. കാരണം ഇറാനെ ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, ആണവ ശക്തിയാണെന്ന് പറഞ്ഞ് അവർ ഇനി ഉയർത്തെഴുന്നേറ്റ് വരണ്ട, ഈ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തണമെന്നാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ പ്രതിരോധ സഹായത്തിന് വേണ്ടി അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ വരുന്നു എന്ന്
എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ പക്ഷത്തേക്ക് അമേരിക്ക നിലയുറപ്പിക്കുന്നു എന്നൊരർത്ഥമുണ്ട്. മാത്രമല്ല ഈ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ തടുക്കുന്നതിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അമേരിക്ക പ്രത്യക്ഷമായിട്ട് തന്നെ രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംഭാഷണം നടത്തിയതിൻ്റെ വാർത്തകളും വരുന്നു. ഈ യുദ്ധത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ടാണ്. അതുമാത്രവുമല്ല, വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിന് സമാനമായ രീതിയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത് വലിയ ആശങ്ക ഉളവാക്കുന്നതാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അമേരിക്കയും ഇസ്രായേലും കൃത്യമായി കൂട്ടായിട്ട് ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും അതിനനുസരിച്ച് ഇറാന് നേരെ ആക്രമണം നടത്തുകയുമായിരുന്നു. കാരണം ഈ ഇറാനുമായിട്ട് ഒരു ആണവ നിർമ്മാർജ്ജന പദ്ധതി, അത്തരത്തിലൊരു കരാറിലേക്ക് ഏർപ്പെടേണ്ട 60 ദിവസത്തെ കാലാവധിയാണ് അമേരിക്ക നൽകിയത്. കൃത്യം 61ാമത്തെ ദിവസം തന്നെ ഇസ്രയേൽ ഇറാന് നേരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ ഒരു ആക്രമണം നടത്തണമെങ്കിൽ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും ഉൾപ്പെടെ കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, മൊസാദിന് ഇറാനുള്ളിലേക്ക് കടന്നു കയറി അവിടെ ഒരു ഡ്രോൺ വിക്ഷേപണ കേന്ദ്രമൊക്കെ സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇറാനിൽ നിന്ന് തദ്ദേശീയമായ സഹായം ലഭിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ഇറാനിലേക്ക് ഇസ്രയേലിന് ആക്രമണം നടത്താൻ സാധിച്ചത്. ആ ആക്രമണങ്ങളെ ഇനി തടുക്കാൻ ഇസ്രയേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയാതെ വരുന്നു. മാത്രവുമല്ല, അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും. അവിടുത്തെ അമേരിക്കയുടെ ആർമി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തും. സൈനിക താവളങ്ങൾ തകർക്കും. ഇതൊക്കെ തന്നെ ഖമനൈ നൽകിയ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്കും ആശങ്കയുണ്ട്. കാരണം തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്ന എണ്ണപ്പാടങ്ങൾക്ക് തീപിടിക്കുക, അല്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഇത് അറബ് രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ തന്നെ അവിടുത്തെ സമ്പദ് വ്യവസ്ഥ, തൊഴിൽ മേഖല, ഇതിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. സ്വർണത്തിൻ്റെ വില കുതിച്ചു കയറുന്നുണ്ട്. ക്രൂഡ് ഓയിലിൻ്റെ വില ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ തന്നെ ആ രാജ്യങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം 2019 സൗദി അറേബ്യയ്ക്ക് നേരെ ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടാവുകയും അന്ന് അവിടുത്തെ ഒരു എണ്ണപ്പാടത്തിന് തീ പിടിക്കുകയും ചെയ്തു. അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങളിൽ ഒന്നിനാണ് ഈ തീ പിടിച്ചത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് ഇറാനാണ് ആക്രമണം നടത്തിയെന്ന് പിന്നീട് കണ്ടെത്തി. അതിന് കാരണം ഡ്രോണും ബാലിസ്റ്റിക് മിസൈലും ഒക്കെ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം യമനിലുണ്ടായ സംഘർഷത്തിന് അവർ ഒരു തിരിച്ചടി നൽകിയതാണെന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് പോലെ അയത്തുള്ള അലി ഖമനൈ അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുമോ എന്നുള്ള സംശയം അവർക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ, അതുപോലെ തന്നെ ഖത്തർ, പിന്നെ ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ വലിയ പ്രതിസന്ധി, വലിയ ആശങ്കയിലാണ്. ഇതിനെയൊക്കെ അതിജീവിക്കുകയും വേണം. ഒപ്പം തന്നെ ഇറാനിലെ ഈ ബുഷ്ഫർ പ്രവിശ്യയിലുള്ള പാൾസ് റിഫൈനറിക്ക് നേരെ നടത്തിയ ആക്രമണത്തെ എങ്ങനെ ഇനി പ്രതിരോധിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇനിയും ഇസ്രായേൽ ആക്രമണം നടത്തുമോ എന്ന ആശങ്കയുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഈ ആണവ കേന്ദ്രങ്ങളെയും എണ്ണപ്പാടങ്ങളെയും ആക്രമിക്കരുതെന്ന് ട്രംപ് നിർദ്ദേശം നൽകി. ഇപ്പോൾ പക്ഷേ നിലപാടിൽ മാറ്റമുണ്ടാകാം. അതുകൊണ്ടാണ് നദാൻസ് എന്ന് പറയുന്ന ആണവ ഗവേഷണ മേഖലയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇനിയും ഇത്തരത്തിലുള്ള എണ്ണപ്പാടങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ ചുട്ടുകരിക്കാൻ പോകുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തായാലും കഴിഞ്ഞ 3 ദിവസങ്ങളിലായി പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷം ലോകത്തെ ഒന്നാകെ ആശങ്കയിലാഴ്ത്തിയെന്ന കാര്യത്തിൽ സംശയം വേണ്ട.